അവൻ മുന്നേ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം മുൻ നിയമിച്ചത് ഫോർ ദോസ് God foreknew he has predestined to be conformed to the image of his son, that he might be the firstborn among many brothers and sisters. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്, മുൻ നിയമിച്ചിരിക്കുകയാണ്. പ്രീ നമുക്കറിയാം അതിൻ്റെ അർത്ഥം ബിഫോർ. ഡെസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ, മുന്നമേ ഒരു ഡെസ്റ്റിനേഷൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് സ്വർഗമാണെന്നുള്ളത് അല്ല. ഈ വാദഭാവമാക്കി മാറി. എന്താ ഡെസ്റ്റിനേഷൻ? തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് സ്വരൂപത്തോടും നമ്മളെ അനുരൂപരാക്കുന്നതാണ് ദൈവത്തിൻ്റെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് ലഭിക്കുന്ന ആത്യന്തികമായി ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ എന്നുള്ളത്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ ദൈവം ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് വേണ്ടി മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടേക്കുള്ളൊരു യാത്രയാണ്. പലപ്പോഴും നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുന്നത്, യാത്ര ബാംഗ്ലൂർ വരെ പോകാനായിട്ട് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ യാത്ര തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കൺഫേം ടിക്കറ്റ് എടുത്ത് പോക്കറ്റ് വെക്കും അല്ലേ? അതാണ് പ്രീ, മുന്നമേ നിശ്ചയിക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്തുവാ? ബാംഗ്ലൂരിലേക്ക് പോവുക. ട്രെയിൻ പുറപ്പെടുന്ന ദിവസം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അവിടെ വരുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 6 ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ എന്ന് കാണുമ്പോൾ നമ്മൾ 6-ാം നമ്പറിൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു വന്ദേ ഭാരത്. നല്ല കളറ്, നല്ല ഡിസൈൻ, പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, ഫുഡും കൊടുക്കുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ എന്ന് വിചാരിക്കാൻ ബാംഗ്ലൂർ വേണ്ട, ഇതിനകത്ത് തന്നെ എന്ന് നമ്മളാരെങ്കിലും ചിന്തിക്കുമോ? ബോധമുള്ളവരാരും അങ്ങനെ ചിന്തിക്കും. കാര്യം നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. അതുപോലെ തന്നെ നമുക്ക് ആകർഷമായ പല കാര്യങ്ങളും നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. വന്ദേ ഭാരതിൻ്റെ കാര്യം പറഞ്ഞില്ല, അതും കൊള്ളാം ഇതും കൊള്ളാം, അങ്ങനല്ല. ദൈവത്തിൻ്റെ ഒരു പർപ്പസ് നമ്മുടെ ജീവിതത്തിലുണ്ട്, അൾട്ടിമേറ്റായിട്ടുള്ള പർപ്പസ്. അതാണ് ദൈവത്തിൻ്റെ ഡെസ്റ്റിനേഷൻ. അവിടേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന യാത്രയിൽ നമുക്കുണ്ടാകുന്ന വേദനകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേർപാടിൻ്റെ ദുഃഖങ്ങൾ, മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികൾ. ഒരു കാര്യം ആദ്യം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടവും കഷ്ടവും വരുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പർപ്പസിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. അതെന്തോ ഡെസ്റ്റിനേഷൻ? തൻ്റെ പുത്രനെ പോലെ നമ്മളെ ഓരോരുത്തരെയും ആക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി.